ഓണാഘോഷത്തിന്റെ ഭാഗമായി ജനകീയ പങ്കാളിത്തത്തോടെ നടത്തുന്ന കടവനാട് ജലോത്സവം ഇത്തവണയും ഗംഭീരമായി നടത്താൻ തീരുമാനമായി. 2023 കടവനാട് ജലോത്സവത്തിന് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ 3 തവണയും നാട്ടുകാരുടെയും സ്പോൺസർമാരുടെയും സഹകരണത്തോടെയാണ് ജലോത്സവം വൻ വിജയമാക്കിയത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉത്രട്ടാതി നാളിലാണ് കടവനാട് ജലോത്സവം. പരിപാടി വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകി. കടവനാട് GFUP സ്കൂളിൽ നടന്ന യോഗം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിൻ്റെ ഒരു സാംസ്കാരിക ടൂറിസം രംഗത്തൊക്കെ ശ്രദ്ധേയമായ മാറ്റങ്ങളും ഇടപെടലുകളും നടത്താൻ കഴിയുന്ന ഒന്നാണ് ഈ ജലോത്സവം. അപ്പോൾ ഇതിപ്പോൾ പുന്നമടക്കായലിലാണ് ഏറ്റവും വലിയ നെഹ്റു ട്രോഫി ജലോത്സവം ഉള്ളത്. ആ ജലോത്സവവും നമ്മുടെ ജലോത്സവവും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ 1950കളിൽ അത് കാണാൻ നെഹ്റുവിനെ കൊണ്ടുവന്നു. അദ്ദേഹം മുഴുവൻ സമയം ഇരുന്ന് വീക്ഷിച്ചു. അദ്ദേഹത്തിന് അത് വലിയ ആവേശമായി മാറി. അദ്ദേഹം അതിനെക്കുറിച്ച് എഴുതുകയും പറയുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ പുന്നമടക്കായൽ ജലോത്സവം അങ്ങ് വലുതാവാൻ തുടങ്ങി. നെഹ്റു മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ട്രോഫിയുടെ പേരിൽ ജലോത്സവം മുന്നോട്ട് പോയി. ഇന്ന് ലോകത്തെങ്ങുമുള്ള കേരളത്തെക്കുറിച്ചുള്ള എല്ലാ അന്വേഷണങ്ങളിലും ഈ ജലോത്സവം അതിൽ ഒന്നാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്കും ഈ പൊന്നാനിയുടെ ഒരു ഭൂപടവും മുഖവുരയും നമ്മുടെ തലവരെയും ഒക്കെ മാറ്റാൻ ഉതകുന്ന തരത്തിൽ ഇത്തരം നമ്മുടെ തദ്ദേശീയമായ പ്രത്യേകതകളെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ജലോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇന്ന് ചേരുന്ന ഈ സംഘാടക സമിതിയുടെ ഒരു തുടക്കം കുറിച്ചുള്ളൊരു സംസാരത്തിനാണ് എന്നെ ക്ഷണിച്ചത്. ഞാനത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ അധ്യക്ഷനായി. മാറഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് T ശ്രീജിത്ത്, മാറഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ മുത്തേടത്ത്, കൗൺസിലർമാരായ മിനിത പ്രദീപ്, MV പ്രകാശൻ, ശരണ്യ, TK അഷ്റഫ്, ജമാൽ മഞ്ചേരി, PV അയ്യൂബ്, പുന്നക്കൽ സുരേഷ് എന്നിവർ സംസാരിച്ചു. PS അജീഷ് സ്വാഗതവും അനീഷ് പള്ളിക്കര നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാനായി നഗരസഭാ ചെയർപേഴ്സൺ CV സുധയെയും കൺവീനറായി PV അയ്യൂബിനെയും തെരഞ്ഞെടുത്തു.